മണിപ്പൂരിൽ കുക്കി സായുധ ഗ്രൂപ്പുകൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് മെയ്തേയ് പൗരസംഘടനകൾ. കുക്കി ആയുധധാരികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം. പ്രശ്നപരിഹാരത്തിനായി ഭരണസഖ്യമായ NDA നിയമസഭാംഗങ്ങളുടെ യോഗം പാസാക്കിയ പ്രമേയം മെയ്തേയ് സംഘടനകൾ തള്ളി. കുക്കി സായുധ ഗ്രൂപ്പുകളെ അടിച്ചമർത്തിയാൽ മതിയെന്ന മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന NDA MLA-മാരുടെ യോഗത്തിലെ നിർദ്ദേശത്തെ സംഘടന എതിർക്കുകയും ചെയ്തു. സായുധ സംഘടനകളുമായുള്ള സമാധാന കരാർ പിൻവലിക്കണമെന്ന ആവശ്യം തങ്ങൾ നേരത്തെ ഉന്നയിച്ചത് ഇവർ ചൂണ്ടിക്കാണിച്ചു. കുക്കി ആയുധധാരികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും 24 മണിക്കൂറിനുള്ളിൽ പുതിയ പ്രമേയം പാസാക്കണമെന്നും വിവിധ മെയ്തേയ് സംഘടനകളുടെ കൂട്ടായ്മയായ കോർഡിനേഷൻ കമ്മിറ്റി ഓൺ മണിപ്പൂർ ഇന്റഗ്രിറ്റി ആവശ്യപ്പെട്ടു. 24 മണിക്കൂറിനകം നടപടി അറിയിച്ചില്ലെങ്കിൽ എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളും താഴിട്ടു പൂട്ടുമെന്ന് പൗരസംഘടനകളുടെ ഏകോപന സമിതിയായ കൊക്കേമി അറിയിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി നടന്ന NDA MLA-മാരുടെ യോഗത്തിലാണ് കുക്കി സായുധ ഗ്രൂപ്പുകൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രമേയം പാസാക്കിയത്. ഈ സംഘടനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കണമെന്നും ഇംഫാൽ താഴ്വരയിൽ ഉൾപ്പെടെ 6 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേക സൈനികാധികാര നിയമം നടപ്പിലാക്കിയ നടപടി പിൻവലിക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രമേയമല്ല, സമയബന്ധിതമായ നടപടിയാണ് സർക്കാർ അറിയിക്കേണ്ടതെന്നാണ് കൊക്കോമിയുടെ നിലപാട്. അതേസമയം ഇംഫാൽ താഴ്വരയിലെ 3 ജില്ലകളിലെ കർഫ്യൂവിൽ ഇളവ് അനുവദിച്ചു. ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ്, കാക്ടിംഗ് ജില്ലകളിലാണ് രാവിലെ 5 മുതൽ രാവിലെ 10 വരെ ഇളവ് അനുവദിച്ചത്. ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങാനാണ് ഇളവ്. 3 ദിവസത്തിന് ശേഷം ഉപാധികളോടെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനവും സർക്കാർ പുനഃസ്ഥാപിച്ചു. മണിപ്പൂരിൽ സായുധസേന പ്രത്യേക അധികാര നിയമം വീണ്ടും ഏർപ്പെടുത്തുന്നതിൽ കേന്ദ്രം പുനരവലോകനം നടത്തണമെന്നും ജിരിബാബിലെ കൊലപാതകങ്ങൾക്ക് കാരണമായ കുക്കി ആയുധധാരികൾക്കെതിരെ 7 ദിവസത്തിനുള്ളിൽ സുരക്ഷാ സേന നടപടി സ്വീകരിക്കണമെന്നും NDA പ്രമേയം ആവശ്യപ്പെട്ടു. കുക്കി ആയുധധാരികളെ നിയമവിരുദ്ധ സംഘടനയിലെ അംഗങ്ങളായി പ്രഖ്യാപിക്കാനും തീരുമാനമായി. എന്നാൽ മെയ്തേയ് സംഘടന ഇത് അംഗീകരിച്ചില്ല. തിങ്കളാഴ്ച രാത്രി നടന്ന യോഗത്തിൽ 27 MLA-മാർ പങ്കെടുത്തു എന്നാണ് സർക്കാർ അറിയിച്ചത്. 11 MLA-മാർ യോഗം ബഹിഷ്കരിച്ചു. പങ്കെടുക്കാത്ത BJP MLA-മാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. യോഗത്തിൽ പങ്കെടുത്ത 3 MLA-മാർക്ക് NPP-യും നോട്ടീസ് നൽകി. മണിപ്പൂരിൽ ദിവസങ്ങളായി തുടരുന്ന സംഘർഷം അയവില്ലാതെ തുടരുന്നു. 2 MLA-മാരുടെ വീടുകൾക്ക് കൂടി ഇന്നലെ വൈകിട്ട് പ്രക്ഷോഭകാരികൾ തീയിട്ടു. അസമിൽ നദിയിൽ നിന്ന് ഇന്നലെ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു. ഇത് മണിപ്പൂരിൽ നിന്നുള്ളവരുടേതാണെന്ന് സംശയിക്കുന്നുണ്ടായിരുന്നു. സംസ്ഥാനത്ത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെല്ലാം വിഫലമാവുകയാണ്. മണിപ്പൂരിലെ സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് യോഗം ചേർന്നിരുന്നു. അതേസമയം മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റണമെന്ന ആവശ്യം മണിപ്പൂരിൽ BJP-ക്ക് അകത്തും ശക്തമാവുകയാണ്. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനായി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഇന്നലെ ചേർന്ന യോഗത്തിൽ അമിത്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. സഖ്യ സർക്കാരിനെ പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ ബിരേൻ സിംഗ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി NNP രംഗത്തെത്തിയിരുന്നു.